വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞു പോയ ഡിസംബർ 31 വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നോട്ടിഫിക്കേഷനാണ് PSC ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടത്. 2025 നമ്മുടെ പ്രൊഫൈലിനകത്ത് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞു പോയ 5 വർഷങ്ങളിൽ കാണാനാകാത്ത വിധം സമാനതകളില്ലാത്ത ഒരുപാട് നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ പ്രൊഫൈലിനകത്തേക്ക് വന്നത്. അതായത് 2025 എന്ന് പറയുന്ന വർഷം കഴിഞ്ഞ ഒരു 5 വർഷത്തെ കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ അവസരങ്ങളുടെ വർഷമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യത. അപ്പൊ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിലൊന്ന് ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ SI ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതിന്റെ കംപ്ലീറ്റ് എന്താണ് അപ്ലൈ ചെയ്തത്, അല്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് അടുത്ത 120 ദിവസം എങ്ങനെയാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ 1-2 വീഡിയോ ക്ലാസ്സിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ CPO, വിമൻ CPO ഉൾപ്പെടെയുള്ള നമ്മുടെ എക്സൈസ്, അതേപോലെ തന്നെ ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വിമൻ ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ ആണ് പിന്നീട് PSC ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടത്. അതാണ് നമുക്ക് +2 ലെവൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ കാക്കി അണിയുക എന്നുള്ള വലിയൊരു മോഹം 2025 നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സോ അതായത് ഈ വലിയൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഈ 2025 നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യത, വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ 2025 വന്നിരിക്കുന്ന ഈ ഓരോ പരീക്ഷകള്, നിങ്ങൾ എഴുതാൻ പോകുന്ന ഓരോ പരീക്ഷകള് നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ട് ഭംഗിയായിട്ട് ഏറ്റവും വൃത്തിയായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2025 നടക്കാൻ പോകുന്ന ഈ പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലെ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യത്തെ 50-നകത്ത് അല്ലെങ്കിൽ 100-നകത്തേക്ക് നിങ്ങളുടെ പേരെത്തിക്കാൻ സാധിക്കും. സോ അത്തരത്തിലെ വലിയൊരു പ്രതീക്ഷയോടുകൂടി വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. വലിയൊരു ദൃഢനിശ്ചയത്തോടുകൂടിയും പ്രതീക്ഷയോട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ 2025 എന്ന് പറയുന്ന വർഷം ജീവിത ചരിത്രത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമായി മാറും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പൊ മുമ്പോട്ടുള്ള യാത്രയിലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നേരെ 1-2 കാര്യങ്ങൾ പറയാം. അതിലൊന്ന്, സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ PSC ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അതായത് ഈ +2 നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഇപ്പൊ CPO ആയിക്കോട്ടെ, അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫയർ ആയിക്കോട്ടെ, ഇതിനകത്ത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇത് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക. സോ അതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നീട് ചെയ്യാം. നിലവിലെ ഈ എക്സൈസിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഈ 2025 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുൾപ്പെടെയുള്ള, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. സോ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക, ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് ആദ്യത്തെ നമ്മുടെ പേര് ഒരു 50-നകത്തൊക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. സോ ആ ഒരു യാഥാർത്ഥ്യത ഇവിടെ മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. റാങ്ക് ലിസ്റ്റിനകത്ത് വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ആദ്യത്തെ 50-നകത്ത് വന്നെങ്കിൽ മാത്രമേ എക്സൈസ് പോലെയുള്ള ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. അതായത് മൊത്തത്തിലെ ഏകദേശം ഒരു 60-70 അഡ്വൈസുകളൊക്കെയാണ് സാധാരണ മുൻ വർഷങ്ങളിൽ മൊത്തത്തിൽ പോയിട്ടുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു യാഥാർത്ഥ്യത മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. അതായത് ആദ്യത്തെ 50-നകത്ത് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജോലി കിട്ടുമെന്ന് അർത്ഥം. അതൊക്കെ താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് സാധ്യതയില്ല. അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ബാക്കിയുള്ള തസ്തികകൾ പോലെയല്ല, CPOയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ല എക്സൈസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. സോ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, വളരെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവുക. 2026 എന്ന് പറയുന്ന വർഷത്തിലെ ഈ റാങ്ക് പട്ടിക നിലവിൽ വരുമ്പോൾ നമ്മുടെ പേര് ആദ്യമേ ഉണ്ടാകണം.
ആ ഒരു വിശ്വാസത്തോടു കൂടി വേണം നമ്മുടെ മുമ്പോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ തള്ളി നീക്കുവാൻ. സോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നോട്ടിഫിക്കേഷൻ വന്ന നമുക്ക് എല്ലാവർക്കും അറിയാം 2024 അവസാന ദിവസമായ ഡിസംബർ 31 ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് 2024 ഏജ് ഓവർ ആയി പോകുന്ന ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ് PSC ആ ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി പരീക്ഷ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം 29 അതായത് നിങ്ങളുടെ മുമ്പിൽ ഏകദേശം ഒരു 10 ദിവസത്തിൽ താഴെ മാത്രമേ കണ്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് മുമ്പോട്ട് നോക്കി പോവാം. ഇവിടെ കാറ്റഗറി നമ്പർ 743/2024 കാറ്റഗറി നമ്പർ ഓർത്തു വെച്ചോണം. സോ കാറ്റഗറി നമ്പർ ഓർത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതൊരു ജില്ലാതല നിയമനമാണ്. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത്. സാധാരണ മറ്റുള്ളതുപോലെ അല്ല. ഇപ്പൊ പോലീസിന്റെ ആണെങ്കിൽ നമ്മളൊരു ബറ്റാലിയൻ ആണ് ചൂസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ KP3 ആണെങ്കിൽ അല്ലെ KP5 അങ്ങനെ നമ്മൾ ബറ്റാലിയൻ ആണ് ചൂസ് ചെയ്യുന്നത്. MSP അങ്ങനെ ബറ്റാലിയൻ ആണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനല്ല. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജോലി തിരുവനന്തപുരം ജില്ലയിൽ കിട്ടും, കൊല്ലമാണെങ്കിൽ കൊല്ലത്ത് കിട്ടും. ഇതൊരു ജില്ലാതല നിയമനമാണെന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ നിങ്ങളുടെ ജോലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നമുക്ക് ഈ നിലവിലെ നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഈ ഇല്ലീഗലായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. അവിടേക്കാണ് നിങ്ങളുടെ നിയമനം. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്നാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര്. അതേപോലെ തന്നെ സ്കെയിൽ വലിയ സ്കെയിലാണ്. 27,900 മുതൽ 63,700 വരെയുള്ള സാലറി സ്കെയിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതൊരു പുതുക്കിയ സ്കെയിലാണ്, വലിയ ഒരു സ്കെയിലാണ് അത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ 14 ജില്ലകളിലും ആന്റിസിപ്പേറ്റഡ് ആയിട്ട് വരുന്ന വേക്കൻസികളാണ്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യത്തെ 50-നകത്ത് വന്നെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കണം, അല്ലാതെ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് ഒക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60-65 ആ 65-ന് മുകളിലേക്ക് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി ഉറപ്പിക്കാം. സോ 65 മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സോ ഇത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പോലെ അല്ല. അതായത് നിങ്ങളുടെ ശാരീരിക ക്ഷമത കുറച്ചുകൂടി അളക്കുന്ന ഒരു തസ്തികയാണ്. ശാരീരിക ക്ഷമത കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മുമ്പോട്ട് പോകുമ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. കേരള പോലീസ് പോലെ അല്ല, എക്സൈസിന് കുറച്ചും കൂടെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അവിടെ ഏജ് ലിമിറ്റ് കുറച്ചും കൂടെ എക്സെപ്ഷൻ ഉണ്ട്, പോലീസിലെ പോലെയല്ല. 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഓപ്പൺ കാറ്റഗറിയിൽപ്പെട്ട 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, 2/1/1993 അതേപോലെ 1/1/2005 ഈ 2 ഡേറ്റ് ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. 2/1/1993 മുതൽ 1/1/2005 വരെ ആ ഒരു 2 ഡേറ്റ് ഉൾപ്പെടെ ഇടയിൽ ജനിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളും അപ്ലൈ ചെയ്യാം. നമുക്കറിയാം കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏജ് ലിമിറ്റ് വരുന്നത് ജനുവരി മാസം 2-ാം തീയതി മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ജനുവരി 1 വരെ ഈ 2 ഡേറ്റ് ഉൾപ്പെടെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഈ ഏജ് ലിമിറ്റിനകത്ത് എക്സെപ്ഷൻ ഉണ്ട്. OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 3 വയസ്സിന്റെ ഇളവുണ്ട്. അതായത് 34 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തിന്റെ ഇളവുണ്ട്. അവർക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നൊരു കാര്യമുണ്ട്, എന്തായാലും ഈ ഏജ് ലിമിറ്റ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ആളുകളെയൊക്കെ ഈ പ്രത്യേകം പറയുന്നുണ്ട് 50 വയസ്സിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന് പറയുന്നത്. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിലവിലെ 19-31 ഏജ് ലിമിറ്റ് ചൂസ് ചെയ്യുക, അതിനിടയിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 34 വയസ്സ് വരെ എഴുതാം. SC/ST കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെ എഴുതാമെന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം. ഇനി +2 പാസ്സായ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ +2 പാസ്സാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. ഒരു +2 യോഗ്യതയില് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു ജോലിയാണ് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഹൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ പോലീസിന്റെ ടെസ്റ്റ് ആണെങ്കിൽ 168 സെന്റിമീറ്റർ അല്ലടാ ഹൈറ്റ്, ഇവിടെ അത്രയില്ല, 165 സെന്റിമീറ്റർ ആണ്. 165 സെന്റിമീറ്ററിൽ കുറയാൻ പാടില്ല. 165 സെന്റിമീറ്റർ ആണ് മാർജിൻ.
സോ 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള +2 യോഗ്യതയുള്ള +2 പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാം. ചെസ്റ്റിന്റെ കാര്യത്തില് 81 സെന്റിമീറ്റർ ആണ് നോർമലായിട്ട് നിൽക്കുന്ന സമയത്ത് 5 സെന്റിമീറ്ററിന്റെ എക്സ്പാൻഷൻ ഉണ്ട്. അതായത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 86 സെന്റിമീറ്റർ എക്സ്പാൻഷനോട് കൂടി നിങ്ങൾ അവിടെ ആ ഫിസിക്കൽ മെഷർമെന്റ് നടക്കുന്ന സമയത്ത് അത് അവർ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ആദ്യം നമ്മൾ റിട്ടേൺ എക്സാം എഴുതി പാസ്സായി. റിട്ടേൺ എക്സാം എഴുതി പാസ്സാകുന്ന സമയത്ത് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഷോർട്ട് ലിസ്റ്റ് കഴിയുമ്പോൾ നമ്മളെ ഫിസിക്കൽ മെഷർമെന്റിന് വേണ്ടി വിളിക്കും. അത് ചിലപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിന് തലേദിവസം ആകാം, അല്ലെങ്കിൽ ഓൺ ദ ഡേ ആകാം, ഏത് വേണമെങ്കിലും നടക്കാം. സോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു ദിവസം വരാം. അങ്ങനെ ഹൈറ്റും അതേപോലെ ചെസ്റ്റും അവർ മെഷർ ചെയ്യും. അപ്പൊ ഹൈറ്റിന്റെ കാര്യത്തില് 165 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. ഇനി ചെസ്റ്റിന്റെ കാര്യത്തില് സാധാരണ രീതിയിൽ നോർമലായിട്ട് നിൽക്കുമ്പോൾ 81 സെന്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 86 സെന്റിമീറ്ററും ആണ് ചെസ്റ്റ് വേണ്ടത്. ഇനി ഈ ഹൈറ്റിന്റെയും ചെസ്റ്റിന്റെയും കാര്യത്തില് SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇളവുണ്ട്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നോർമലായിട്ട് ഇപ്പൊ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും 165 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എങ്കില് SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 160 സെന്റിമീറ്റർ മതി എന്നുള്ള ഒരു യാഥാർത്ഥ്യത കൂടി ഉണ്ട് അവിടെ. അതും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 160 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചെസ്റ്റിന്റെ കാര്യത്തിൽ ഇത് തന്നെ ഉണ്ട്. അതായത് ചെസ്റ്റിന്റെ കാര്യത്തിൽ 5 സെന്റിമീറ്ററിന്റെ കുറവുണ്ട്. അതായത് നോർമലായിട്ട് 76 സെന്റിമീറ്റർ ആണ് SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ചെസ്റ്റിന്റെ നോർമലായിട്ട് നിൽക്കുമ്പോൾ വേണ്ടത്. അതേപോലെ 5 സെന്റിമീറ്ററിന്റെ എക്സ്പാൻഷൻ ഉൾപ്പെടെ 81 സെന്റിമീറ്റർ ആണ് അവർക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതൊരു 4 പ്രൊസീജിയർ ആണ്, 4 സ്റ്റെപ്പാണ്. അതായത് എക്സൈസിൽ ജോലി നേടുക എന്നുള്ള നിങ്ങളുടെ മോഹം പൂവണിയണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതിലൊന്ന്, നമ്മൾ റിട്ടൺ എക്സാം എഴുതാൻ പോകുന്നു. അതായത് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും +2 യോഗ്യതയുണ്ട്. ഈ ഹൈറ്റും കൃത്യമായിട്ട് അതിനകത്തേക്ക് പ്രൊഫൈൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പോസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ റിട്ടൺ എക്സാം എഴുതാൻ പോവാണ്. ഇവിടെ മക്കളെ റിട്ടൺ എക്സാം എഴുതി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും PSC ഓരോ ജില്ലയ്ക്ക് ഓരോ കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യും. നിങ്ങളിപ്പം തിരുവനന്തപുരം ജില്ലയാണ് എഴുതാൻ പോകുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് ഫോർ എക്സാമ്പിൾ ഒരു 64 കട്ട് ഓഫ് വെക്കുന്നു. 64 മാർക്കിൽ കൂടുതലുള്ള ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. സോ അവരെ അടുത്ത സ്റ്റെപ്പിലെ എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓട്ടോ ആണ്. അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. ഓക്കെ. അതിനുശേഷം ഫിസിക്കൽ മെഷർമെന്റ്. ആ ഫിസിക്കൽ മെഷർമെന്റും കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് പട്ടിക നിലവിൽ വരും. ആ റാങ്ക് പട്ടിക നിലവിൽ വരുമ്പോൾ റിട്ടൺ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികൾ റാങ്ക് പട്ടികയുടെ ആദ്യം കാണും. അവർക്ക് ആദ്യം PSC അഡ്വൈസ് അയക്കും. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമ്മൾ പോലീസിന്റെ കാര്യത്തിലും SIയുടെ കാര്യത്തിലും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതുപോലെ 8 കാര്യങ്ങളിൽ 8 ഫിസിക്കൽ ടെസ്റ്റ് ആണുള്ളത്. അതിനകത്ത് 5 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അതായത് 2 ഓട്ടോ ഉണ്ട്. 100 മീറ്ററിന്റെ ഒരു ഓട്ടോ ഉണ്ട്, 1500 മീറ്ററിന്റെ ഓട്ടോ ഉണ്ട്. അത് എത്ര സമയം കൊണ്ടാണ് പാസ് ആകേണ്ടതെന്നുള്ള കാര്യമെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു 1 സ്റ്റാർ ആണ്. 1 സ്റ്റാർ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ IRBയുടെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് 2 സ്റ്റാർ ആണ്. 1 സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 100 മീറ്റർ ഓട്ടം. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം എന്ന് കരുതുക. നിങ്ങൾ 13 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയാലും 8 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയാലും നിങ്ങൾ പാസ്സായി എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ IRBയുടെ കോൺസ്റ്റബിൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ 7 സെക്കൻഡ് കൊണ്ടാണ് പൂർത്തിയാക്കിയതെങ്കിൽ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സ്റ്റാറുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 7 സെക്കൻഡ് ആണെങ്കിൽ ഇത്ര സ്റ്റാർ, 5 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ഇത്ര സ്റ്റാർ. അതായത് എഫിഷ്യൻസി കൂടുതലാണ്. ഈ പരീക്ഷ നടത്തുന്ന സമയത്ത് ഫിസിക്കൽ എഫിഷ്യൻസി കൂടുതലുള്ള ആളുകൾക്ക് കൂടുതൽ സ്റ്റാർ കൊടുക്കും. ആ ഒരു സ്റ്റാറിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനൊന്നും ഇല്ലടാ. നമുക്ക് 14 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയാൽ മതി. 14 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയാലും 5 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയാലും 7 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയാലും അവരെ എല്ലാം ഒരേ രീതിയിലാണ് കാണുന്നത്. അതേപോലെ തന്നെ ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്. പഴയതുപോലെ തന്നെയാണ്. നമ്മൾ പോലീസിന്റെ
ഫിസിക്കലി എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ എസ് ഐയുടെ ഒക്കെ ഫിസിക്കല് എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്തത് അതുപോലെ തന്നെയാണ് എക്സസൈസിന്റെ കാര്യത്തിലെ. അതുപോലെ തന്നെ ഷോർട്ട് പുട്ട് ഉണ്ട്, ക്രിക്കറ്റ് ബോൾ ത്രോ ഉണ്ട്, റോപ്പ് ക്ലൈംബിംഗ് ഉണ്ട്, അതുപോലെ പുഷപ്പ് ഉണ്ട്, ഏറ്റവും അവസാനം 1500 മീറ്ററിന്റെ ഓട്ടം. ഈ പറയുന്ന 8 ഫിസിക്കൽ ടെസ്റ്റിനകത്ത്, ഈവൻസിനകത്ത് ഏതെങ്കിലും ഒരു 5 എണ്ണം ക്ലിയർ ആകണം എന്ന് മാത്രമേ ഉള്ളൂ. 8 എണ്ണത്തിലെ ഒരു 5 എണ്ണം ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ക്ലിയർ ആയതായിട്ട് PSC അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ. ഇനി ആ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ആ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. അത് ആ സമയത്തുണ്ടായ ഇഞ്ചുറി ആയതുകൊണ്ട് PSC അവരെ പിന്നീട് ഫിസിക്കൽ ടെസ്റ്റ് നടത്താൻ വിളിക്കും എന്ന് നിങ്ങളൊരു പ്രതീക്ഷ കാണും. പക്ഷേ അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം നോട്ടിഫിക്കേഷനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുമ്പോൾ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ആ ഫിസിക്കൽ ടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് ഇഞ്ചുറി വരാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചോണം. ഒരു 5 എണ്ണം പക്ക സെറ്റ് ആയിരിക്കണം. 2 എണ്ണം സബ്സിഡറി ആയിട്ട് ആഡ് ഓൺ ആയിട്ട് കൈ വെച്ചോണം. അപ്പൊ അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഫിസിക്കൽ ടെസ്റ്റ് കൂടി പാരലായിട്ട് നോക്കണം എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. അതായത് അടുത്ത ഒരു 5-6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അതേപോലെ കുറേശ്ശെ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആകാനും കൂടെ ശ്രമിക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഓടി ചെന്നിട്ട് 1500 മീറ്റർ ഓടി 100 മീറ്റർ ഓടി അതൊന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ ഈ പരീക്ഷയോടുകൂടി ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് ഞാൻ കയറും എന്നുള്ള ഒരു ബോധം, അതല്ലാതെ നമുക്ക് നമ്മളിൽ ആത്മവിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ക്ലിയർ ചെയ്യുക? അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ നിമിഷങ്ങളും, ഒരു ദിവസം നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ആ ഓരോ നിമിഷങ്ങളും ഞാൻ എക്സൈസിലെ ഓഫീസർ ആകും, അടുത്ത വർഷം എനിക്ക് എക്സൈസ് ജോലി കിട്ടും, അടുത്ത വർഷം എനിക്ക് എക്സൈസ് ജോലി കിട്ടും, ആ ഒരു പ്രതീക്ഷയോട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. അപ്പൊ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. സോ അതുകൊണ്ട് മുമ്പോട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള മണിക്കൂറുകളും മിനിറ്റുകളും എല്ലാം നിങ്ങൾ ഒരു എക്സൈസ് ഓഫീസർ ആകുമെന്നുള്ള പ്രതീക്ഷയോട് വേണം മുമ്പോട്ട് പോകാൻ. ഈ പ്രതീക്ഷ മാത്രം പോരാ, പിന്നെ ചില ആൾക്കാരുണ്ട് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട് പക്ഷെ ഞാനൊന്നും എഫോർട്ട് എടുക്കാറില്ല, അങ്ങനെയാണെ പോയി. സോ പ്രതീക്ഷിക്കണം, പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോവുക, അതിനുവേണ്ട എഫോർട്ടുകൾ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ 2026 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നിങ്ങളുടെ പേര് ആദ്യമേ ഉണ്ടാകത്തുള്ളൂ. സോ കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കുക. ഇനി എൻഡ്യൂറൻസിന്റെ കാര്യം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം ഫിസിക്കൽ മെഷർമെന്റും എൻഡ്യൂറൻസും ഫിസിക്കൽ ടെസ്റ്റും ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ് പിന്നീട്. ഇനി നമ്മുടെ ആദ്യ കടമ്പ എന്താണ്? ആദ്യ കടമ്പ ഫിസിക്കൽ ടെസ്റ്റ് അല്ലല്ലോ. ആദ്യ കടമ്പ എന്ന് പറഞ്ഞാല് റിട്ടേൺ എക്സാമിൽ ഒരു 65-70 മാർക്ക് അടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എടാ മക്കളെ, ഇത്തവണത്തെ പരീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് 2 പരീക്ഷ എഴുതണം. ഒരു പ്രിലിംസ് എഴുതണം, പിന്നെ ഒരു മെയിൻസ് എഴുതണം, പിന്നെ അതിന്റെ റാങ്ക് പട്ടി കാത്തിരി ഇതൊന്നും വേണ്ട. ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ പരീക്ഷയ്ക്ക് ഒരു 65-70 മാർക്ക് അടിക്കുന്ന രീതിയിലേക്ക് പഠന നിലവാരം ഉയരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. സോ ആ രീതിയിലുള്ള പ്രിപ്പറേഷനോട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. സോ അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന മേഖലകൾ നിങ്ങൾ നോക്കിയേ. എടാ 100 മാർക്കിന്റെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എവിടെയാണ്? നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. എത്ര മാർക്കിനുണ്ട്? 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. സോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു പ്രത്യേകത എന്തറിയോ? എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ എളുപ്പമുള്ളതാണ്. സോ പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന ഭാഗമാണ് എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്. 20 മാർക്കുണ്ട്. അതേപോലെ തന്നെ മലയാളം 10 മാർക്കുണ്ട്, അതേപോലെ ഇംഗ്ലീഷ് 10 മാർക്കുണ്ട്, കണക്ക് 10 മാർക്കുണ്ട്, കറണ്ട് അഫേഴ്സ് 10 മാർക്കുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ എത്ര മാർക്കായെന്ന് നോക്കിക്കേ. 20, 10, 30, 10, 40, 50, 60 മാർക്കിന്റെ കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. സോ ഈ 60 മാർക്കിലാണ് നമ്മൾ കൂടുതൽ എയിം ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം വിട്ടേക്കും. ഈ 60 മാർക്കിനകത്തുനിന്ന് എങ്ങനെ പോയാലും ഒരു 55 മാർക്ക് എങ്കിലും കിട്ടണം. ആ രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു റാങ്ക് ഫയൽ തുറന്നു വെച്ച് 1ാമത്തെ പേജ് പഠിച്ച് 2ാമത്തെ പേജ് പഠിച്ച് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. എഫോർട്ട് എടുക്കുന്നുണ്ടോ? ഉണ്ട്. ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ട്.
പക്ഷേ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പേര് കാണത്തില്ല. പഠിക്കാതിരുന്നത് കൊണ്ടാണോ? അല്ല. ആത്മാർത്ഥമായിട്ട് പഠിക്കാതിരുന്നത് കൊണ്ടാണോ? അല്ല. പിന്നെ എന്താണ് അവിടെ പറ്റിപ്പോയത്? കൃത്യമായ ഗൈഡൻസ് ഇല്ലാതെ പോയി. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പഠിച്ചത്. നിങ്ങൾ ഒരു ദിവസം 15 മണിക്കൂർ പഠിച്ചു, പക്ഷെ റാങ്ക് ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേരില്ല. ഇതാണ് മത്സര പരീക്ഷകൾ. പൊതുവെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ 2 വർഷം 3 വർഷം 4 വർഷമൊക്കെ ഇരുന്ന് പഠിക്കുന്ന ചേച്ചിമാരില്ലേ വീടിന്റെ അപ്പുറത്ത്, അല്ലെങ്കിൽ ചേട്ടന്മാരില്ലേ? എന്തുകൊണ്ടാണ് അവർ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് അറിവില്ലായ്മ കൊണ്ടല്ല. ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് ഉസ്താദായിരിക്കും, നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും അതിന്റെ ആൻസർ പറയും, പക്ഷേ റാങ്ക് ലിസ്റ്റിനകത്ത് പേര് കാണത്തില്ല. അതെന്താ പ്രശ്നം? എന്താ? അവർ പഠിക്കുന്ന അല്ല PSC ക്ക് ചോദിക്കുന്നത്, അല്ലെങ്കിൽ PSC ക്ക് ചോദിക്കുന്ന അല്ല അവർ പഠിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് കൃത്യമായ ടൈം ടേബിള് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിലെടുക്കണം. അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് നോക്കണം. എടാ, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ടോപ്പിക്ക് അവിടെ എഫോർട്ട് കുറവുള്ള സാധനം, അതായത് കുറച്ചേ ഉള്ളൂ, പഠിച്ചാൽ ഉറപ്പിക്കാം, അങ്ങനെയുള്ള ഭാഗം കണ്ടെത്തിക്കൊണ്ട് ആ ഭാഗം കൂടുതൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ സംഭവം സെറ്റാണ്. പിന്നൊന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന 5 ടോപ്പിക്ക്, അതായത് 60 മാർക്കിനകത്തുനിന്ന് ഏറ്റവും കുറഞ്ഞ ഒരു 55 മാർക്ക് എങ്കിലും മിനിമം സ്കോർ ചെയ്യാൻ സാധിച്ചാല് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഏകദേശം ഒരു 55, 60, 65 റേഞ്ചിലെ നിങ്ങളുടെ മാർക്ക് വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഉയർത്താൻ സാധിക്കും. സോ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന 5 ടോപ്പിക്കിനകത്തുനിന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ മാർക്ക് ഉയർത്താൻ സാധിക്കും. അതായത് ചെറിയ ചെറിയ ഒരു നമ്മൾ എഫോർട്ട് എടുത്തിട്ടേ ഉള്ളൂ ഇവിടെ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ പിടിക്കണം. അതിലെ നിങ്ങൾ അടുത്തതായിട്ട് പിടിക്കേണ്ടത് എടാ മക്കളെ ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് 8 മാർക്കിന്റെ ചോദ്യങ്ങളാ. കണ്ടോ? ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന എവിടാണോ അവിടെ കയറി കൈവെക്കണം. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെ ചോദിക്കുന്നോ ആ ഭാഗം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? 2021 മുതൽ 2024 വരെയുള്ള കംപ്ലീറ്റ് ആയിട്ട് ചോദിച്ചു പോയ +2 പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ചു പോയ കംപ്ലീറ്റ് ചോദ്യപേപ്പറും ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം? പരിശീലിക്കണം. എന്തുകൊണ്ടാണ് സാറേ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എടാ മക്കളെ ഈ ചോദ്യങ്ങൾ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള ഉറപ്പിന്മേലൊന്നും അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? കാരണം ചോദ്യം ഇടാൻ പോകുന്ന അധ്യാപകന്റെ കയ്യില് ഇത്രയും റഫറൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. 2021 പരീക്ഷ, 2022 പരീക്ഷ, 2023 പരീക്ഷ, 2024 പരീക്ഷ, ഈ ചോദ്യങ്ങളെല്ലാം ഒരു അധ്യാപകന്റെ മുമ്പില്, സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പോകുന്ന അധ്യാപകന്റെ മുമ്പില് ഈ സാധനങ്ങളെല്ലാം കാണും. അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടുന്ന് ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെ ചോദിക്കാൻ പറ്റും. അങ്ങനെ ഒരു ധാരണ മനസ്സിലാക്കി എടുക്കണം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അതിലെ ചില ടോപ്പിക്കുകൾ ഒന്നിലധികം ചോദ്യപേപ്പറിനകത്ത് ഒരുപോലെ വന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ചോദ്യം ആ പരീക്ഷയ്ക്കും ഈ പരീക്ഷയ്ക്കും ഒരുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അത് ഏത് ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കണ്ടേ? ആ ടോപ്പിക്ക് മനസ്സിലാക്കിക്കൊണ്ടല്ലേ നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. സോ ഇത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനുമായിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ വിജയം എത്രയും പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് വരത്തുള്ളൂ. സോ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. ഈ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ വേണം മുമ്പോട്ട് പോകുവാൻ. സോ സിലബസിന്റെ ഹാർഡ് കോപ്പി കയ്യിലെടുത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന 6-7 മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുവാണെങ്കിൽ തന്നെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് നമുക്ക് കിട്ടും. സോ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അത്. ഇനി നമുക്കറിയാം, ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഒരു 10ാം ക്ലാസ് പരീക്ഷയോ അല്ലെങ്കിൽ ഒരു +2 പരീക്ഷയോ സാധാരണ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പരീക്ഷയല്ല. കൃത്യമായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ചെറിയ കാലയളവില് നമ്മുടെ വീടിന് അപ്പുറത്തുള്ള ചില ആൾക്കാരെ കാണും 6 മാസം കൊണ്ട് PSC ക്രാക്ക് ചെയ്തുകൊണ്ട് ലിസ്റ്റിൽ പോയ ആൾക്കാർ കാണും. തൊട്ടപ്പുറത്തെ വീട്ടിൽ 6 വർഷമായിട്ടിരുന്ന് പഠിക്കുന്ന ആൾക്കാർ കാണും. എന്തുകൊണ്ടാണ്? ഇവർ രണ്ടുപേരും ഒരുപോലല്ലേ പഠിച്ചത്? അല്ല, ഒരാൾ പഠിച്ചതിൽ ചെറുതായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്തു. ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടാ PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ പഠിക്കണം. 2016 അവസ്ഥയല്ല 2024 നടക്കുന്നത്, അല്ലെ 2025 നടക്കാൻ പോകുന്നത്.
സോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വന്നിട്ട് നമ്മൾ അതിലേക്ക് മൈൻഡ് ചെയ്യാതെ വീണ്ടും പഴയ പാറ്റേണിൽ പഠിക്കുന്നത് കൊണ്ടാണ് പല ആളുകളും വർഷങ്ങളായിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഗൈഡൻസ് വേണം. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവും, നോട്ടിഫിക്കേഷൻ കണ്ടുകൊണ്ട് വന്നവരായിരിക്കും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അറിഞ്ഞു പക്ഷേ എന്താണ് എങ്ങനെയാണെന്നൊന്നും ഐഡിയ ഉണ്ടാവത്തില്ല. ഒരു റാങ്ക് ഫയൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു വെച്ച് പഠിക്കാം. സോ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, ഒരു റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ ഇത്രയും കാണും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടൂ, ഒരു ഗ്യാരണ്ടി ഇല്ല. സോ കൃത്യമായിട്ട് ഒരു മെന്ററിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇതൊക്കെ ഒരു മെന്റർ നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ പോയി പഠിക്കാവുന്നതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കാം, ഏത് വേണേലും എടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കൃത്യമായ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയനഷ്ടമില്ലാതെ കൃത്യമായ കണ്ടിന്യൂറ്റിയോടുകൂടി ചില ചാപ്റ്ററുകൾ തീർക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് പഠിക്കാനിരിക്കുന്ന ആ ഒരു നിമിഷം മുതൽ എപ്പോഴാണോ പഠിത്തം അവസാനിപ്പിക്കുന്നത് ആ ഒരു മൊമെന്റ് വരെയുള്ള കംപ്ലീറ്റ് ഔട്ട്പുട്ട് നിങ്ങളിലേക്ക് കിട്ടുവാണ്. മറ്റേതാവുമ്പോൾ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യണം, അത് അവിടെ പോകണം, പിന്നെ അവിടെ വന്നിരിക്കണം, അങ്ങനെ ഒരുപാട് സമയം നമ്മുടെ മുമ്പിൽ വേസ്റ്റ് ആവും. ഇതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പ്രത്യേകത. ഓഫ്ലൈൻ ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണം കാണും. സോ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലെ പങ്കെടുക്കാൻ സാധിക്കാത്തവർ സ്വാഭാവികമായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരാറുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കൃത്യമായ ഗൈഡൻസോട് കൂടി കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസവും കൃത്യമായിട്ട് പരീക്ഷകൾ എഴുതി മോഡൽ എക്സാമുകളൊക്കെ എഴുതി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തസ്തിക അല്ലെങ്കിൽ ഈ പറയുന്ന പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്ക്, അതേപോലെ മലയാളം, അതേപോലെ ഇംഗ്ലീഷ്, മാത്സ്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ കറണ്ട് അഫേഴ്സ്, അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ, ഡെയിലി ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗത്ത് നിന്ന് പരമാവധി മാർക്ക് ഉറപ്പിക്കുന്ന രീതിയിലെ ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ CCയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് എക്സൈസിന് വേണ്ടി മാത്രമായിട്ടാണ്. അതുപോലെ പോലീസിന് മറ്റ് ബാച്ചുകളുണ്ട്, അതുപോലെ ഫയറിന് മറ്റ് ബാച്ചുകളുണ്ട്. സോ അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ വളരെ ഐശ്വര്യമായിട്ട് 2025 നിങ്ങൾ എടുക്കാൻ പോകുന്ന ഈ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. CCയോട് ചേർന്ന് നിന്നുകൊണ്ട് പഠിക്കാവുന്നതാണ്. കൃത്യമായ ഗൈഡൻസും മെന്റർഷിപ്പും PDF നോട്ടുകളും അതേപോലെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്ക് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചെറിയ ഫീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഓരോ സാധ്യതകളും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അത് ജീവിതത്തിലെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ്. സോ ഇനിയൊരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ വരണമെന്ന് പോലും ഇല്ല. സോ എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു വർഷം തന്നെ ആയിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിക്കണം എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ഈ റിട്ടൺ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. സോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കുക. സോ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.